ഹലോ മച്ചന്മാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങൾ മോഡൽ കുറഞ്ഞ ഒരു 1.5 ലക്ഷത്തിന് താഴെയുള്ള വണ്ടിയൊക്കെ നോക്കി കിടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വണ്ടിയായിട്ടാണ്. ഇതാണ് ആ വണ്ടി. അതുലാണ് വാഹനം വരുന്നത്. അതുലാണ് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ തെറ്റുകുറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല. വാഹനം മോഡൽ കുറഞ്ഞ വാഹനമാണ്. ഇതുവരെ ഞാൻ നിങ്ങൾക്ക് കൊടുക്കുന്നതിലേറെ മോഡൽ കുറഞ്ഞ വാഹനം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതുവരെ ഞാൻ നിങ്ങൾക്ക് 19ഉം 18ഒക്കെ ആയിരുന്നു നിങ്ങളെ മുമ്പിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇന്ന് ഞാൻ കൊടുത്തിട്ടുള്ള വാഹനം 2013 മോഡലാണ് ഈ വാഹനം വരുന്നത്. പെരിന്തമണ്ണ മോഡൽ വുഡ് വർക്കൊക്കെ കാര്യങ്ങൾ എടുത്താണ്. നോർമലായിട്ടുള്ള വർക്കാണ്, അതായത് ഒരുപാട് അൾട്രേഷൻ വർക്കുകളും കാര്യങ്ങളൊന്നുമില്ല. നോർമലായിട്ടുള്ള ഇൻറ്റീരിയറാണ്, നോർമൽ സീറ്റ് നോർമലായിട്ടാണ്. വണ്ടിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ നോക്കിയാൽ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്നുണ്ട്, അതിലൊന്നും കുഴപ്പമില്ല. വുഡൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. മേൽഭാഗത്തൊന്നും കോട്ടയോ കാര്യങ്ങളോ, അതായത് ഹോളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചളി ഞാൻ കഴുകാത്തതിൻ്റെ ചളിയാണ്. റോഡ് സൈഡിലാണ്, അപ്പോൾ ഡെയിലി പൊടി വരുന്നതുകൊണ്ടുള്ള ആ ഒരു ചളിയാണുള്ളത്. സീറ്റ് സാധാരണ നോർമലാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ആപ്പയുടെ ഫ്രണ്ടേജ് വരെ ആക്കിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ആപ്പയുടെ അതേപോലെ ആക്കിയിട്ടുണ്ട്. ബാക്കി ഫ്രണ്ട് സീറ്റ് കുഷ്യനും കാര്യങ്ങളൊന്നുമല്ല. ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. ഫ്രണ്ടിലെ ബർത്തും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്തൊരു വൃത്തിയുണ്ട്. 2013 അതിൻ്റേതായ വൃത്തികളും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനുണ്ട്. നോർമലാണ് സീറ്റ്. പൊടി ഉണ്ട് എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇൻറ്റീരിയർ നോർമൽ വർക്കാണ്. 2-3 കളർ വെച്ചിട്ടുള്ള നോർമലായിട്ടുള്ള ഇൻറ്റീരിയറാണ്. നോർമലായിട്ടുള്ള റെക്സിനാണ്. ഒരു ബർത്ത് ഉണ്ട്. ഒരു എക്സ്ട്രാ ആയിട്ട് നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഇപ്പം എന്താ, സ്റ്റീലിൻ്റെ വർക്ക് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ക്രോസായിട്ട് സ്റ്റീൽ കൊടുത്തിട്ടുണ്ട്. വണ്ടി നൈസാണ്, വണ്ടി അടിപൊളിയാണ്. വേറെ ഒരു അപാകത കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല. ബോഡി ആണെങ്കിലും തട്ടുമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഫ്ലാറ്റൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഫ്ലാറ്റിൽ തുരുമ്പോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. കുഴപ്പമില്ലാത്തൊരു വൃത്തികളും കാര്യങ്ങളും ഉണ്ട്. മോശം പറയാനില്ല നമുക്ക്. ബാക്ക് ഫ്ലാറ്റ് ആണെങ്കിലും ഒരു പെയിൻറ്റ് പോയി എന്നല്ലാതെ വേറൊരു മോശം പറയാനില്ല. കാരണം കസ്റ്റമർ അത്രയും തിക്കായിട്ടുള്ള മാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. സ്റ്റെപ്പിന് ഉണ്ട്, ഹെപ്പിന് ബാക്കിലുണ്ട്. ഫുള്ളെടുത്ത് കാണിച്ചു തരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ആ ഭാഗങ്ങളൊന്നും കാണിക്കാത്തത്. വേറെ തെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. വാഹനം പക്കയാണ്, നമുക്ക് വലിയ അഭാവമൊന്നും പറയാനില്ല. ഈ ടയർ കുറച്ച് കമ്മിയുണ്ടെന്ന് റീസോൾവ് ചെയ്താൽ മട്ടംപോലെ യൂസ് ചെയ്യുക. അടിഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഫ്ലാറ്റൊക്കെ പക്ക നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് ടയർ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത്യാവശ്യം നല്ലോണം റീസോൾവ് ചെയ്ത് സെറ്റപ്പാണ്. അതുപോലെ തന്നെ ബാക്കിൽ ഒരു ടയറും റീസോൾവ് ചെയ്ത് അടിപൊളിയാണ്. ഫ്ലാറ്റിൽ തുരുമ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല. വണ്ടി നൈസാണ്, അടിപൊളിയാണ്. വാഹനത്തിൻ്റെ മോഡൽ വരുന്നത് 2013. വാഹനത്തിൻ്റെ പേപ്പർ സംബന്ധമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 2024 ഒക്ടോബർ വരെ വാഹനത്തിന് ഫിറ്റ്നസ് അവൈലബിൾ ആണ്. അതുപോലെ 2024 ജൂലൈ വരെ വാഹനത്തിന് ഇൻഷുറൻസും ഉണ്ട്. 2028 വരെ ടാക്സും വാഹനത്തിനുണ്ട്. പേപ്പർ സംബന്ധമായ കാര്യങ്ങൾ ഫീൽഡ് പക്ക ക്ലിയറാണ്, ഒന്നും നമുക്ക് നോക്കാനില്ല. വാഹനം താല്പര്യമുള്ളവർക്ക് വന്നെടുക്കാം. വാഹനത്തിൻ്റെ പ്രൈസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 1,25,000 രൂപയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ്. ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ വിളിച്ചോളൂ. ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.